അന്നനാളത്തിലെ ക്യാൻസറിനെ പറ്റി ഡോക്ടർ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. അതൊരു തൊണ്ടവേദനയായിട്ടൊക്കെയാണോ അനുഭവം? അന്നനാളം വളരെ വ്യാപ്തി കുറഞ്ഞ ഒരു നാളമാണ്. അന്നനാളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വായിന്ന് താഴെ ഫാരിങ്സ് എന്ന് പറയുന്ന നാക്ക് ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഫാരിങ്സ് എന്ന് പറയും. ഫാരിങ്സ് തുടങ്ങി ആമാശയം വരെ എത്തി നിൽക്കുന്ന ഒരു സാധനം നെഞ്ചിൻ കൂട്ടിനകത്താണ് കൂടുതൽ ഭാഗം നിൽക്കുന്നത്. കഴുത്തിലുണ്ട്, നെഞ്ചിൻ കൂട്ടിലുണ്ട്, വയറിൻ്റെ ചെറിയൊരു ഭാഗത്ത് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വളരെ ചെറിയ, നമുക്ക് പടങ്ങളിൽ കണ്ടിട്ടുണ്ട്, ചെറിയ വ്യാപ്തിയുള്ളൂ. വ്യാപ്തി ചെറുതായതുകൊണ്ട് തന്നെ അതിൻ്റെ സിംറ്റംസ് ഏർലി പ്രത്യക്ഷപ്പെടും. ഇപ്പോൾ ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ഒരു ഇറക്കം, എന്തോ ഒരു തടസ്സമുള്ളതായിട്ട് എവിടെയോ ഒന്ന് പിടിക്കുന്ന കണക്ക് തോന്നും. പിന്നെ അത് പ്രോഗ്രസ് ചെയ്ത് അത് അവഗണിച്ച് പോകുമ്പോഴത്തേക്ക് പിന്നെ കട്ടിയുള്ള ആഹാരങ്ങൾ, എനിക്ക് പുട്ടിറക്കുമ്പം എന്താ ബുദ്ധിമുട്ടെന്ന് പറയും, ദോശയ്ക്ക് കുഴപ്പമില്ല എന്ന് പറയും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ദോശയ്ക്കും കുഴപ്പം വരും. അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് രൂപത്തിലുള്ള കുഴമ്പ് രൂപത്തിലുള്ള സാധനം മാത്രമേ കയറുള്ളൂ എന്ന് പറയും. പിന്നെ പറയും വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല, പിന്നെ പറയും തുപ്പൽ പോലും ഇറക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഘട്ടങ്ങൾ ഇങ്ങനെ കടന്ന് വരും. അപ്പോൾ ആ ഘട്ടങ്ങൾ നമ്മൾ ആദ്യം തന്നെ എൻഡോസ്കോപ്പി ചെയ്തിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ കണ്ടുപിടിക്കും. ഈവൻ ഏർലി ക്യാൻസേഴ്സ് നമ്മൾ എൻഡോസ്കോപ്പ് വഴി റിമൂവ് ചെയ്യാവുന്ന ക്യാൻസേഴ്സ് പോലും ഉണ്ട്. അപ്പോൾ അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുമായിരുന്നെങ്കിൽ അങ്ങനെ ക്യാൻസേഴ്സ് റിമൂവ് ചെയ്യാമായിരുന്നു. നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങളെ അവഗണിക്കുക എന്നുള്ളതാണ്.